അപ്പോൾ അങ്ങനെ നമ്മൾ കേരിയർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട്. എന്താ പറയുക, നമ്മളിനി കുറച്ച് ദിവസം ഒരു എക്സ്പെരിമെൻറ്റിലാണ്. ആ ടൈമിൽ എന്തായാലും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സീറ്റ് കോഡ് നമ്മൾ എടുത്ത് മാറ്റും. ഈ ഒരു കേരിയർ ഉണ്ടല്ലേ, ഇതിപ്പോൾ എൻ്റെ കൂട്ടുകാരന് കൊടുത്തായിരുന്നു, അത് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ വെച്ചുകൊണ്ട് പിടിപ്പിക്കും. ടെയിൽ സെക്ഷൻ വെച്ചിട്ടുണ്ട്. പിന്നെ അണ്ടർബെല്ലി ഉരി മാറ്റി, അത് മോഡിഫിക്കേഷൻ ആയിരുന്നു, അത് ഉരി മാറ്റി സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലുണ്ടായിരുന്ന ആ ഒരു മാസ്ക് മാറ്റി സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ഇപ്പോൾ സ്റ്റോക്കാണ്. മിറേഴ്സും സ്റ്റോക്കാണ്. മിറേഴ്സ് സ്റ്റോക്ക് എന്ന് മീൻസ് അത്യാവശ്യം വിസിബിലിറ്റി ഉള്ള മിറേഴ്സ് തന്നെ. ബാക്കിയുള്ള ഓവറോൾ എക്സോസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, കംപ്ലീറ്റ്ലി സ്റ്റോക്കാണ്. എക്സ്പീരിയൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ 90 ദിവസം കൊണ്ട് 1,00,000 രൂപ ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിൽ കണ്ടിട്ടുണ്ട്. യൂട്യൂബിൽ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട്. സംഭവം സ്വിഗ്ഗി, സൊമാറ്റോ മാരത്തെ ഡെലിവറി ആപ്പ് വഴിയാണ് അത് നടക്കുമെന്നുള്ളത് ഈ വണ്ടീൻ്റെ ഉള്ളിൽ ചെക്ക് ചെയ്യാണ്. ഞാനിപ്പോൾ കറൻ്റ്ലി ഉള്ള ജോബ്, ഞാനൊരു മൊബൈൽ സ്മാർട്ട് ഫോൺ സർവീസറാണ്. ഞാൻ ആ ഒരു ജോബ് കംപ്ലീറ്റ്ലി അങ്ങോട്ട് മാറ്റി വെച്ച് ഒരു ലോങ് ലീവ് എന്ന പോലെ ഇറങ്ങിയതാണ്. എന്നാലും രാവിലെ ഒരു നേരത്തെ മാത്രം എനിക്ക് അവിടെ പോകേണ്ടതുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഫുൾ ടൈം ഞാൻ ഈ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങാൻ പോവാണ്. നോക്കണമല്ലോ ഏകദേശം ഈ ഒരു 3 മാസം കൊണ്ട് ഈ ഒരു പറഞ്ഞ എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത്, അതിനുവേണ്ടി ഇറങ്ങിയാണ്. കരിയർ വാങ്ങി വെച്ചിട്ടുണ്ട്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഓടിയ ആ ഒരു സെറ്റപ്പിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഹാൻഡിൽ ബാറൊക്കെ കുറച്ചൊന്ന് റേസ് ചെയ്തിട്ട് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാക്കും. ബാക്കിൽ ബാഗ് വെച്ച് കെട്ടാൻ പറ്റുന്നതാക്കും. 3 മാസം കൊണ്ട് 1,00,000 രൂപ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് നോക്കി നോക്കാം. ഗായ്സ്, അപ്പോൾ കണ്ടീഷൻ കണ്ടില്ലേ? എന്തൊക്കെയോ കുത്തി നിറച്ചിട്ട മാതിരി ഉണ്ടല്ലേ. നമുക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുള്ളൊരു സെറ്റപ്പ്. ഇതേ നമ്മുടെ ബാഗിൻ്റെ പൊസിഷൻ കുറച്ച് ചെരിഞ്ഞിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻ ബ്ലാസ്റ്റ് അടിച്ചിട്ട് ബാക്കോട്ട് മറിഞ്ഞ് വേണ്ട വെച്ചിട്ടാണ് നമ്മൾ ബാക്കിൽ നിന്ന് ഒരു പിടുത്തം കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിന് നല്ല ടൈറ്റായിട്ട് കുടുക്കി ഇവിടെ വെച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാവും, എൻ്റെ പുറത്തേക്ക് ഇത് തട്ടത്തില്ല. എനിക്ക് അത്രയും സ്പേസ് ഉണ്ട്, ഞാൻ ചെറിയ ആളാണല്ലോ, അതിനുള്ളിൽ കൊള്ളും. മാപ്പ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ ബാർ റേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെറ്റപ്പിലാണ് ഇനിയിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഗായ്സ്, അപ്പോൾ കംപ്ലീറ്റ് ഒരു ടൂറിങ് സെറ്റപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ടൂറിങ്ങിന് വേണ്ടിയിട്ടല്ല, സൊമാറ്റോ ഓടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഇന്നലെ 3 മന്ത് കൊണ്ട് 1 lakh ഉണ്ടാക്കുന്ന ആ ഒരു ചലഞ്ച് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ വേറെ ഒരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിനിയും കുറച്ച് ഐറ്റംസും കൂടി നോക്കുന്നുണ്ട്. എനിക്ക് ഒന്നും കൂടി ഒന്ന് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഇതുവരെ ഓടിയിട്ടില്ല, ഓടാൻ പോവുകയാണ്. അതിന് മുന്നേ ഒരു തവണ ബാംഗ്ലൂരിലുള്ള ടൈമിലൊന്ന് സ്വിഗ്ഗി ഒന്ന് ട്രൈ ചെയ്തിരുന്നു. അത് അവിടുത്തെ ഒരു എന്താ പറയുക, നമ്മുടെ ദാരിദ്ര്യം അവസ്ഥയ്ക്ക് പറ്റിയ ആ ഒരു ഓട്ടോ ഓടിയതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബാഗും ടീഷർട്ടും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് സൊമാറ്റോ ഓടുന്ന ഞാൻ സ്വിഗ്ഗിയുടെ ബാഗും സ്വിഗ്ഗിയുടെ ടീഷർട്ടും ഇട്ടിട്ട് ഓടുന്നതായിരിക്കും. 3 ദിവസം അങ്ങനെ എടുക്കും ഇത് രജിസ്റ്റർ ചെയ്താൽ കൈമലെത്താൻ. 960 രൂപ അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ചാർജ്. അപ്പോൾ ഇനിയിപ്പോൾ ഡെയിലി വ്ളോഗ് തന്നെയായിരിക്കും. ഈ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി എഡിറ്റൊക്കെ ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. ഇന്നലെ 1-2 ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നോക്കാം ഇനിയിപ്പോൾ എങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഡെയിലി ഏർണിങ്സ് എത്ര വരുന്നത്, എനിക്ക് എത്ര ഏകദേശം കിട്ടുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. വണ്ടിക്ക് ഏകദേശം 50 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. ബാക്ക് ടയർ കുറച്ച് കഴിഞ്ഞ മാതിരിയാണ്, ചെയിൻ ലൈഫും കുറവാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മൈലേജ് കുറവുണ്ട്. 50 കിലോമീറ്ററാണ് മീറ്ററിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരു 49 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. 53 ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന വണ്ടിയായിരുന്നു. മെയിൻ്റെനൻസ് കുറച്ചൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആയതുകൊണ്ടാണ്. നമുക്ക് നോക്കാം ഈ ഒരു സാധനം ഓടിയിട്ട് ഈ വണ്ടി മൊത്തത്തിലൊന്ന് സെറ്റപ്പ് ആക്കാൻ പറ്റുമോ നോക്കാമല്ലോ. വേറൊരു പ്ലാനും കൂടി ഉണ്ട്. ഇപ്പോഴത്തേക്കല്ല, കുറച്ച് കഴിഞ്ഞിട്ട് അടിക്കാൻ വെച്ചതാണ്. സംഭവമൊന്നുമല്ല, ഒരു മണാലി ട്രിപ്പ് കുറേ കാലമായി പ്ലാൻ ചെയ്യുന്നത്. ഏകദേശം ഒരു 3-4 കൊല്ലത്തിൻ്റെ മുകളിലായി. 3-4 അതിന് മുകളിലായി. ഇതുവരെ പറ്റിയിട്ടില്ല. എന്താ വെച്ചാൽ എൻ്റെ ഓട്ടക്കൈയാണ്, എൻ്റെ കയ്യിൽ പൈസ നിൽക്കില്ല. എങ്ങനെ നോക്കിയാലും ഊരിപ്പോവും, അങ്ങനത്തെ ഒരു കൈയാണ്. അപ്പോൾ ഒന്ന് നോക്കാനുള്ള പ്ലാനും കൂടിയാണ്. ഇതിൽ നിന്ന് ഈ പറഞ്ഞ മാതിരി ഈ ചലഞ്ച് പക്ക അടിപൊളിയായിട്ട് സെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബൈക്സ് എടുത്തിട്ട് മണാലി അടിക്കാനാണ് പ്ലാൻ. അല്ലെങ്കിൽ ഈ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ ആവുകയാണെങ്കിൽ, ഇപ്പോൾ എന്തായാലും 150 കിലോമീറ്റർ വെച്ചിട്ട് 90 ദിവസം ഓടണം. അത് എത്ര ഉണ്ടെന്നുള്ളത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. അപ്പോൾ 90 ദിവസം ഓടണം, എന്നാൽ തന്നെ എനിക്ക് ഈ പറഞ്ഞ ചലഞ്ചൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കട്ടെ ഏകദേശം അതിനനുസരിച്ചുള്ള പൈസ ആവുമോ, അത്രയും കിലോമീറ്റർ ഓടിച്ചിട്ട് എനിക്ക് കംഫർട്ടാണോ. ഇപ്പോൾ ഞാനിപ്പോൾ ഹാൻഡിൽ കയറ്റിയതിന് ശേഷം നല്ല കംഫർട്ടായിട്ട് ഓടിക്കുന്നുണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ നല്ല കംഫർട്ടായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ അലമ്പും ചടങ്ങൊന്നുമില്ല. നോക്കി വെക്കാം.